103 ടെസ്റ്റ് മത്സരങ്ങൾ, 7195 റൺസ്, 43 ആവറേജ്, 19 സെഞ്ചുറികൾ, 35 അർദ്ധ സെഞ്ചുറികൾ. 37 വയസ്സുകാരനായ ചേതേശ്വർ പുജാര അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുന്നു. രാഹുൽ ദ്രാവിഡിന്റെ പിന്മുറക്കാരൻ, ദീവാർ ദ വാൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ വൻമതിൽ ഒടിഞ്ഞു താഴെ വീണപ്പോൾ ആരാകും ഇനി ആ രക്ഷകൻ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കിയ ഒരു മനുഷ്യൻ, ചേതേശ്വർ പുജാര. പുജാരയുടെ ക്രിക്കറ്റിംഗ് സ്റ്റൈലിനെ ഇന്നും വാഴ്ത്താത്ത ഇന്ത്യൻ ജനതയുണ്ട്. ഇന്നും പുജാര ചെയ്ത സംഭാവനകളെ പുച്ഛിച്ച് തള്ളുന്ന ഇന്ത്യൻ കാണികളുണ്ട്. പക്ഷേ നാളിതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ പുജാര തുടങ്ങിയ കാലഘട്ടം മുതൽ പുജാര രക്ഷിച്ച് ജയിപ്പിച്ച മത്സരങ്ങൾ വരെ ഇന്ത്യൻ ജനത പുജാരയെ നോക്കി വിമർശിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അതിന് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയത് 2018-ലും 2020-ലുമാണ്. ഓസ്ട്രേലിയയിൽ അവരുടെ മണ്ണിൽ പോയി തോൽക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന ടെസ്റ്റ് മത്സരം ഒരൊറ്റ മനുഷ്യൻ കൊണ്ട് മാത്രം ജയിപ്പിച്ചെടുത്ത ഇന്ത്യൻ ടീമിന്റെ ചരിത്രം, ചേതേശ്വർ പുജാരയുടെ ചരിത്രം. ആ ചരിത്രത്തിലേക്ക് കടന്നു നോക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റ് ചേതേശ്വർ പുജാര എന്ന ക്രിക്കറ്ററിനോട് നീതി പുലർത്തിയോ എന്നൊരു ചോദ്യമുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ പുജാരയോളം മികവാർന്ന ഒരു ബാറ്റർ ഉണ്ടോ എന്നൊരു ചോദ്യത്തിനും ഒരു വലിയ ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുകയാണ്. വെച്ചോ, രാഹുൽ ദ്രാവിഡിനെ വെച്ചോ, VVS ലക്ഷ്മണിനെ വെച്ചോ, റിക്കി പോണ്ടിങ്ങിനെ വെച്ചോ, അല്ലെങ്കിൽ നാളിതുവരെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റർമാരെ ഒക്കെ നിങ്ങൾ തട്ടിൽ വെച്ചോ, ചേതേശ്വർ പുജാരയെ ഞാൻ മറുതട്ടിലും വെക്കും. കാരണം പുജാര അത്രമേൽ ക്രൂഷ്യലായിരുന്നു ഇന്ത്യൻ ടീമിന്. ഒരു ഘട്ടത്തിൽ മിഡിൽ ഓർഡർ ബാറ്റർമാർ താഴ്ന്നു പോയിരുന്ന സമയത്ത്, ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയത്ത് ഈ ഒരൊറ്റ മനുഷ്യനിൽ മാത്രം തോള് ചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ നിന്നിട്ടുണ്ട്. അതായത് ഏകദിനത്തിൽ ചേസ് ചെയ്യുകയാണെങ്കിൽ വിരാട് കോഹ്ലി എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ നമുക്ക്, അതുപോലെ നമ്മൾ വെച്ചിരുന്നു ഒരു വിശ്വാസം ചേതേശ്വർ പുജാര എന്ന ക്രിക്കറ്ററിന് വേണ്ടി ടെസ്റ്റ് മത്സരങ്ങളിൽ. പുജാര ഉണ്ടെങ്കിൽ ആ വിക്കറ്റ് പോവില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു ഘട്ടം, ദ്രാവിഡിന് ശരിയായൊരു പിന്മുറക്കാരനെന്ന് ഇന്ത്യക്കാർ ഉറപ്പിച്ചിരുന്ന നാളുകൾ. അങ്ങനെയായിരുന്നു പുജാരയുടെ ടെസ്റ്റ് മത്സരങ്ങൾ. ഏകദിനവും 2020യും ഞാൻ കണക്ക് കൂട്ടുന്നില്ല. കാരണം പുജാര ഒരു ടെസ്റ്റ് പ്ലെയറാണ്, ഒരു ടെക്സ്റ്റ് ബുക്ക് പ്ലെയറാണ്, ഒരു ക്രിക്കറ്റിംഗ് മാസ്റ്ററോ ആണ്. പുജാര എക്സിൽ പങ്കുവച്ച പോസ്റ്റ് ഞാൻ വായിക്കാം. വെയറിംഗ് ദി ഇന്ത്യൻ ജേഴ്സി, സിംഗിങ് ദി ആന്തം ആൻഡ് ട്രൈയിങ് മൈ ബെസ്റ്റ് ഈച്ച് ടൈം ഐ സ്റ്റെപ്ഡ് ഓൺ ദ ഫീൽഡ്. It's impossible to put into words what it truly meant. But as they say, all good things must come to an end. And with immense gratitude, I have decided to retire from all forms of Indian cricket. Thank you for all the love and support എന്നതാണ് പുജാര കുറിച്ചത്. പുജാരയുടെ ഈ വാക്കുകൾ നമുക്ക് അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പുജാരയോളം വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ടായിരുന്നോ, ടെസ്റ്റ് ക്രിക്കറ്റിലുണ്ടായിരുന്നോ? നമ്മൾ കണക്കുകൾ എടുത്തോന്നേ. അതായത് മുഹമ്മദ് അസറുദ്ദീനെ എടുത്തോ, നമ്മൾ VVS ലക്ഷ്മണിനെ എടുത്തോ, വീരേന്ദർ സേവാഗിനെ എടുത്തോ, അങ്ങനെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ എല്ലാവരും എടുത്തോ, സച്ചിൻ ടെണ്ടുൽക്കർ, മഹേന്ദ്ര സിംഗ് ധോണി, എവരും എടുത്തോ. പക്ഷെ പുജാര ഉണ്ടെങ്കിൽ ഒരു വലിയ ആശ്വാസമായിരുന്നു, ഒരു വലിയ വിശ്വാസമായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ പിന്നീട് ക്രിക്കറ്റിംഗ് ബ്രോഡ്കാസ്റ്റിലേക്കൊക്കെ മാറി. അദ്ദേഹത്തിൻ്റെ കോമൻട്രി ഒക്കെ നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ഇപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിൽ വേണ്ട രീതിയിൽ സ്വീകരിച്ചിട്ടില്ല എന്നൊരു തോന്നൽ ഒരു ക്രിക്കറ്റിംഗ് പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കുണ്ട്. അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഹൈറ്റ്സിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയനും എനിക്കുണ്ട്. അത് ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പല കമൻസും കണ്ടത്, അപ്പോൾ പുജാര ഇതുവരെ റിട്ടയർ ചെയ്തില്ലേ എന്നുള്ളതാണ് പലരും ചോദിച്ചൊരു ചോദ്യം. അത് ശരിക്കും ഷോക്കിംഗ് ആയിപ്പോയി. കാരണം പലരുടെയും ഉള്ളിൽ പുജാര റിട്ടയർ ചെയ്തു എന്നുള്ളതാണ് തോന്നൽ. അങ്ങനെയാണ് ക്രിക്കറ്റിംഗ് ലോകം പുജാരയെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അത്രമേൽ വിശ്വാസം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയെ രാജിവെപ്പിച്ചു, അല്ലെങ്കിൽ എപ്പോഴേ വിരമിച്ചു എന്ന് കരുതിയെടുത്ത് ആ രീതിയിലേക്ക് സാധാരണ ജനതയെ മാറ്റിച്ചു. അതാണ് പുജാരയോട് നമ്മൾ ചെയ്ത നീതികേട് എന്നത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ചേതേശ്വർ പുജാരയുടെ വിരമിക്കൽ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? നിങ്ങൾക്ക് ഞെട്ടലുണ്ടായോ, അതോ ക്രിക്കറ്റിംഗ് ലോകം പുജാരയോട് നീതി കാണിച്ചോ? നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. താങ്ക് യു സോ മച്ച്.